നമ്മളെ അന്നമുട്ടുന്നവരാണ് കർഷകർ. എന്നാൽ ഇന്ന് അവരുടെ സ്ഥിതി അതിദയനീയമാണ്. കർഷക ദിനമായ ചിങ്ങമൊന്ന് സംസ്ഥാന സർക്കാർ കാർഷിക ദിനമായിട്ട് വളരെ വിപുലമായ ആഘോഷം സംഘടിപ്പിച്ചപ്പോൾ സംസ്ഥാനത്തിൻ്റെ പല മേഖലകളിലും നെൽകർഷകർ അവരുടെ ദുരിത ജീവിതം മുൻനിർത്തിക്കൊണ്ട് വിവിധ തരത്തിലുള്ള സമരപരിപാടികളുമായിട്ടാണ് മുന്നോട്ട് പോയത്. യാചനാ സമരവും കെട്ടുതാലി പണയം വെച്ചുള്ള സമരവും പ്രതിഷേധ സൂചകമായിട്ട് പലയിടങ്ങളിലും കേരള ജനത കണ്ടു. നെൽകർഷകരുടെ പ്രതിസന്ധി ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. അവരുടെ ദുരിതകഥകൾക്ക് കാലങ്ങളുടെ പഴക്കമുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു പരിഹാരമില്ല. വിളവിറക്കുന്നത് മുതൽ കൊയ്തെടുത്ത് നെല്ല് വിറ്റ് അതിൻ്റെ കാശ് കയ്യിൽ കിട്ടുന്നതുവരെ കർഷകർ നേരിടുന്നത് കൊടിയ ദുരിതമാണ്. ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. പാടത്ത് വിത്തിറക്കി കഴിഞ്ഞാൽ പലപ്പോഴും പ്രകൃതിക്ഷോഭം വില്ലനാകും. ഇതിനു പുറമെ സർക്കാരും കണ്ണിൽ ചോരയില്ലാതെയാണ് കർഷകരെ ചതിക്കുന്നത്. കേരളത്തിലെ ഒട്ടുമിക്ക കൃഷിഭവനുകളിലും കർഷകരുടെ പ്രതിഷേധമുണ്ടായി. പക്ഷേ നമ്മുടെ ഗവൺമെൻറ്റിലെ 2 മന്ത്രിമാർ പറഞ്ഞത് കർഷകർ മുഴുവൻ കൃഷിഭവനിലെ പരിപാടിക്ക് വന്നു, കർഷകരല്ലാത്തവർ പത്രവാർത്തയ്ക്ക് വേണ്ടി റോട്ടിൽ സമരം നടത്തി എന്നുള്ള രീതിയിൽ കർഷകനെ പരിഹസിക്കുകയാണ് ചെയ്തത് നമ്മുടെ മന്ത്രിമാർ. അളന്ന നെല്ലിന് നമ്മൾ ചോദിക്കുന്നത് കടമായിട്ടല്ല, 5 മാസമായി ഈ നെല്ലളന്നതിൻ്റെ പൈസ ചോദിക്കുന്ന സമയത്ത് അത് പറയുന്നത് ബാങ്കിൽ വരും, ബാങ്കിൽ പോയാൽ അപ്പോൾ കിട്ടും പറയും, ബാങ്കിൽ കയറി ഇറങ്ങി അന്വേഷിക്കുമ്പോൾ അവർ പറയും നിങ്ങളെ വീട്ടിലോട്ട് വിളിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഒരു ദിവസം അങ്ങനെ 5 പേർക്ക് 4 പേർക്ക് ബാങ്കുകാർ. ഇപ്പോൾ ബാങ്കുകാർ തീരെ കൊടുക്കലില്ല, അവർക്കുള്ള പൈസ ഗവൺമെൻറ് തന്നില്ല എന്നാണ് പറയുന്നത്. ഈ സാഹചര്യത്തിൽ ഞങ്ങൾ കർഷകരായിട്ടുള്ള ഞങ്ങൾ ഇനി ഓണം കൊണ്ടാടാൻ തന്നെ വളരെയേറെ ബുദ്ധിമുട്ടിയ സാഹചര്യത്തിലാണ് നമ്മൾ കെട്ടുതാലി പണയപ്പെടുത്തും എന്നുള്ള രീതിയിൽ ഉള്ള സമരം നടത്തിയത്. കൃഷിക്കാരുടെ ഇന്നത്തെ കാലാവസ്ഥയിൽ കൃഷിപ്പണിയെ വേണ്ടാന്ന് വെക്കാനുള്ള സാഹചര്യമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം കൃഷി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കൃഷിക്കാർ മുഴുവനും, വൻകിട കൃഷിക്കാർ മുഴുവൻ കൃഷി ചെയ്യാതെ മറ്റുള്ളവർക്ക് ചെറിയ തോതിൽ ഉള്ള പാട്ടത്തിന് കൊടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. കാര്യം അവർക്ക് നടത്താൻ പറ്റാത്ത സ്ഥിതിയാണ്. പണിക്കാരെ കിട്ടാനില്ല, വളത്തിന് തീ പിടിച്ച വില. അത് കാരണം ഏകദേശം നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു കൃഷിക്കാരൻ്റെ ഒരു ഏക്കറിൽ ഒരു വർഷത്തെ വരുമാനം നെറ്റ്, അതായത് കൃഷിക്കാരൻ്റെ കൂലി എടുക്കാതെ തന്നെ ഏകദേശം നോക്കിയാൽ ഒരു 25,000 റുപ്യ ഈ 5 ഏക്കർ കൃഷിക്കാരന് കിട്ടുന്നത്. ഒരേക്കർ 1,25,000 രൂപ. ആ ഒരു കെട്ടുപണിക്കാരൻ്റെ ജീവിത നിലവാരത്തിനനുസരിച്ച് ഒരു 5 ഏക്കർ കൃഷി ചെയ്യുന്ന ആൾക്ക് ഒരിക്കലും ജീവിക്കാൻ കഴിയില്ല. അത്രയും ബുദ്ധിമുട്ടിലാണ് കൃഷിക്കാർ. ഇപ്പം നമ്മൾ നോക്കുക, ഏപ്രിൽ മാസത്തിലാണ് ഞങ്ങളൊക്കെ സപ്ലൈക്കോ നെല്ലളന്നിരിക്കുന്നത്. ഇപ്പോഴും അതിൻ്റെ പണം കിട്ടാതെ നട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. സെപ്റ്റംബർ 10-ാം തീയതി വരെ PRS അപ്രൂവ് ചെയ്തതിനാണ് ഇപ്പോൾ പണം വന്നിരിക്കുന്നത്. കൊടുത്തു പറയുന്നുണ്ട്, ഇപ്പോഴും മുഴുവനാക്കിയിട്ടില്ല. അതിനുശേഷം ഒരുപാട് ആൾക്കാർക്ക് പാലക്കാട് ജില്ലയിലെ ആൾക്കാർക്ക് ഇനിയും പണം കിട്ടിയിട്ടില്ല. അതായത് 2ാമത്തെ ക്രോപ്പ് കതിര് വരുന്ന ആയി കഴിഞ്ഞു. ഏകദേശം എല്ലാ പണി കൂലി ചെലവുകളുണ്ട്. അപ്പോൾ വളരെ കഷ്ടത്തിലാണ്. ഈ 1ാമത്തെ ക്രോപ്പിൻ്റെ ഒരു പൈസ പോലും കിട്ടാതെ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്ന് കടം വാങ്ങിയിട്ടും പെണ്ണുങ്ങളുടെ താലി പോലും പണയം വെച്ചിട്ടാണ് ജീവിതം കൃഷിക്കാർ കടന്ന് ഈ കൃഷി ചെലവ് നികത്തുന്നത്. അത് വളരെ കഷ്ടത്തിലാണ്. ഒരു വർഷം 2 വിളവെടുപ്പാണ് നെൽകർഷകർക്ക്. പക്ഷേ സർക്കാരിൻ്റെ നെല്ല് സംഭരണം കാര്യക്ഷമമല്ല. കൃത്യമായി പണം ലഭിക്കാത്തത് കർഷകർക്ക് മിക്കപ്പോഴും തിരിച്ചടിയാകുന്നു. കൃഷി മുടങ്ങാതിരിക്കാൻ കടം വാങ്ങി കൃഷി ഇറക്കി പാവങ്ങൾ കടക്കണിയിലാകും. സ്റ്റേറ്റിൻ്റെ ഭാരവാഹികളോട് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലാതെ സിവിൽ സപ്ലൈസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയും കേന്ദ്രം തരാണ്ടെന്ന്. ഇവർ 2 കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നിന്ന് ഞങ്ങൾ ഈ പാവപ്പെട്ട കർഷകർ 6 മാസം പാടത്ത് പണിയെടുത്തിട്ടാണ് അല്പസ്വല്പം എന്തെങ്കിലും നെല്ല് കിട്ടുക. ആ നെല്ല് കൊടുത്തിട്ട് വീണ്ടും 5 മാസം കാത്തിരുന്നിട്ടും പൈസ കിട്ടില്ല പറയുമ്പോൾ മൊത്തം കണക്കാക്കി നോക്കിയറിയാം 10 മാസവും 15 മാസം വരെ ഞങ്ങൾക്ക് കയ്യിൽ ഇറക്കാൻ ഒന്നുമില്ല. മക്കളുടെയും പേരമക്കളുടെയും അല്പസ്വല്പം ആഭരണങ്ങൾ പണയപ്പെടുത്തിയിട്ടും ഭൂമി പണയപ്പെടുത്തിയിട്ടാണ് കൃഷി ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒന്നും ഇറക്കാനില്ല, ഒന്നും പണയപ്പെടുത്താൻ ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് കെട്ടുതാലി വരെ പണയപ്പെടുത്തിയാലും ശരി. കുട്ടികൾക്ക് കുഞ്ഞുമക്കൾ വീട്ടിലുള്ളതല്ലേ, നമ്മൾ വലിയവരുടെ കാര്യം മാത്രമല്ല, കുട്ടികൾക്ക് ഓണം പറയുന്നത് വലിയ ആഘോഷമാണ്. സ്കൂൾ അടയ്ക്കും. ആ സ്കൂൾ അടയ്ക്കും അവരുടെ ഫ്രണ്ട്സ്, മുസ്ലിംസ് ആയിട്ടുള്ള അവരുടെ ഫ്രണ്ട്സ് എല്ലാം വീടുകളിൽ വരും. അപ്പോൾ അവർക്ക് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരുക്കണ്ടേ. അതിന് നിവൃത്തി വരുമ്പോൾ കെട്ടുതാലിയാണെങ്കിൽ കെട്ടുതാലി, അത് വിറ്റിട്ടാണെങ്കിൽ ശരി, പണയം വെച്ചിട്ടാണെങ്കിൽ ശരി, ഓണം കൊള്ളണമല്ലോ എന്നുള്ള രീതിയിൽ പ്രതീകാത്മകമായിട്ടുള്ള ഒരു സമരമാണ് ഞങ്ങൾ ഇന്നലെ അവിടെ ചെയ്ത്.
അതുതന്നെ നമ്മുടെ ബന്ധപ്പെട്ട മന്ത്രിമാർ ആരും ഇടതുപക്ഷത്തിനോ ഇടതുപക്ഷത്തിന് ശത്രുക്കളായിട്ടോ വലതുപക്ഷത്തിന് അനുകൂലികളായിട്ടോ കണ്ടിട്ടല്ല. ഞങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി 5 മാസം നെല്ല് കൊടുത്ത് 5 മാസം വരെ പൈസ കിട്ടാത്ത ഒരു സാഹചര്യത്തിൽ സമരം ചെയ്തതിനും അടക്കം പുച്ഛിച്ചുകൊണ്ടാണ് ഇന്നലെ രണ്ട് മന്ത്രിമാരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ പുച്ഛം എന്നുള്ളതൊന്നും സമരം കാണാത്ത മന്ത്രിമാരൊന്നും അല്ല. തൊട്ടതിനും തുണിഞ്ഞതിനും ചെറുപ്പനാൾ മുതൽ തൊട്ട് സമരം ചെയ്തവരാണ് ഇന്നലെ ഞങ്ങളെ പരിഹസിച്ചത്. സമരത്തിന് പരിഹസിക്കുന്നവർ എന്താ പറയുക, ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയുന്ന രീതിയിൽ നാളിതുവരെ സമരം ചെയ്ത് പലതും നേടിയെടുത്തിട്ടുള്ള അവർ നേടിയെടുത്ത് ആർക്കാ? അവരുടെ ആവശ്യങ്ങൾക്കാണ് നേടിയെടുത്തതെന്നുള്ളത് ഇപ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്. അവർ നേരത്തെ സമരങ്ങളെല്ലാം നടത്തിയത് അവരുടെ ആൾക്കാരെ, ബന്ധുക്കാരെ, സ്വന്തക്കാരെ പല തസ്തികളിലും തുരുകി കയറ്റാനും അവരുടെ നേട്ടത്തിന് മാത്രമാണ്. അല്ലാതെ കണ്ട് സർക്കാർ നാട്ടിനെയോ നാട്ടുകാരെ സ്നേഹിച്ചിട്ടല്ല അവരിതുവരെ സമരം ചെയ്തത് എന്നുള്ളത് ഇന്നലത്തെ വാക്കുകളിൽ നിന്ന് ഞങ്ങൾക്ക് സംശയം തോന്നുകയാണ്. സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ ആരെയാണ് ഇത് കുറ്റം പറയാൻ പറ്റുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. 5 മാസമായിട്ടും കാശ് തരുന്നില്ല. ആകെ സപ്ലൈക്കോ കാശ് കൊടുക്കുന്നുണ്ട്. ഈ ഇടയ്ക്ക് മന്ത്രിയും കൂടി പറയുന്നുണ്ട് സപ്ലൈക്കോ നെല്ലാണെന്ന കാശൊക്കെ കൊടുത്തു കഴിഞ്ഞു എന്നും പറയുന്നു. ഞങ്ങൾ കാണുമ്പോൾ കിട്ടിയിട്ടുമില്ല. ബാങ്ക് കയറി പിജാസ് വിളിക്കുമ്പോൾ വന്നാൽ മതി പറയുന്നുണ്ട്. അത് വിളിക്കുന്നുമില്ല. അപ്പോൾ അന്വേഷിക്കുമ്പോൾ സപ്ലൈക്കോ കാശ് വന്നിട്ടില്ല, ഞങ്ങൾ തരും എന്നാണ് കാനറ ബാങ്കുകാരും SBIയും പറയുന്നത്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത കാലത്ത് കൃഷിക്കാർക്ക് അത്യാവശ്യം തൂങ്ങിച്ച് കണ്ടിട്ട് വരും. ഞങ്ങൾ ഇനി അടുത്ത കൃഷി ഇറക്കണ്ടോ എന്ന് സംശയം വരുന്ന പോണ്. പിന്നെ വണ്ടി വാടക 1 മണിക്കൂറിന് 1000 രൂപ കൂടി. ലാസ്റ്റ് വളം വില കൂടിക്കൊണ്ടിരുന്നു. അങ്ങനെ പണിക്കാശ് കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ നെല്ല് വില കൂടിയിട്ടില്ല. കേന്ദ്ര സർക്കാർ തന്നാലും ഇവർ ഒന്ന് വിട്ടുകുറക്കുന്നത്. കർണാടക സ്റ്റേറ്റ് അങ്ങനെയില്ല, തമിഴ്നാട് സ്റ്റേറ്റിൽ അത്ര വിലയില്ല, കേരളം മാത്രം അത്ര വിലയുള്ളൂന്ന് ആണ് സർക്കാർ പറയുകയാണ്. ഈ ഇടയ്ക്ക് ഒരു ഓപ്പറേഷൻ തലയിലുണ്ടായിരുന്നു, അത് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞു. സർക്കാർ ആസ്പത്രി ഉണ്ടായിരുന്നു, അതിന് 10,000 രൂപ ചിലവായി. ഞാൻ വേറെ ആൾ കടമായിട്ട് പോയത്. ഞാൻ അവർ ചോദിക്കുന്നുണ്ട്, ഞാൻ കൊടുക്കാൻ വേണ്ടി നെല്ല് കാശ് പറ്റാൻ വേണ്ടി ഞാൻ തൽക്കാൻ നിർത്തി വെച്ചിരിക്കുന്നത്. ഇതിന് ബാക്കി മുട്ടുവേന കാലുവേന ഇതൊക്കെ സംഭവങ്ങൾ വേഗം തന്നു കഴിഞ്ഞാൽ സൗകര്യമായി. സർക്കാരിനോട് അപേക്ഷിക്കുകയാണ്. ഓണത്തിന് മുന്നിൽ കാശ് കിട്ടാൻ സൗകര്യമായി പറയണം. എന്നാലും കളവ് കൊണ്ടിടുള്ളൂ, എന്നാലും ഓണത്തിൽ കഞ്ഞി വെച്ച് കൊടുക്കാൻ പറ്റുള്ളൂ. ഇക്കഴിഞ്ഞ ചിങ്ങം 1 കർഷക ദിനത്തിൽ പാലക്കാട്ടെ നെൽകർഷകർ തെരുവിൽ സമരത്തിലായിരുന്നു. നെല്ലിന്റെ വിലയ്ക്കായി യാചിച്ചും കെട്ടുതാലി പണയം വെച്ചുമുള്ള സമരം സർക്കാരിനെതിരായ പ്രതിഷേധാഗ്നിയായി മാറി. പ്രതിസന്ധികൾ മറികടന്ന് ചോര നീരാക്കിയുള്ള കഷ്ടപ്പാടിന് പുല്ലുവിലയാണ് ഇടത് ഭരണകൂടം നൽകുന്നത് എന്ന് ചുരുക്കം. 2ാം വിള നെല്ലിന്റെ വിലയായി പാലക്കാട്ടെ കർഷകർക്ക് മാത്രം ലഭിക്കാനുള്ളത് 200 കോടിയോളം രൂപയാണ്. കൃഷിക്ക് യാതൊരു ഇതുമില്ല. കൃഷി എടുത്തു എന്നല്ലാണ്ട് നെല്ല് കൊടുത്തതിൻ്റെ പൈസ കിട്ടാൻ വഴിയേ ഇല്ല. ആകെ കടം വാങ്ങി തീരുമാനം വഴിയുണ്ട്. വരുമാനം എന്ത് വരുമാനം തന്നെ? കൃഷിയിൽ നിന്ന് കിട്ടിയിട്ട് തന്നെ വരുമാനം ഒക്കെ കടം വാങ്ങലന്നെ, ലോണും അതും ഇതുമായിട്ട് എടുക്കുക തന്നെ. എന്നിട്ട് വേണ്ട പഞ്ചിടണിങ്ങ് ഹിന്ദിക്കാരൊക്കെ വന്ന് നട്ടാ പൈസ ഇത് കൊടുക്കണ്ടേ? ഏത് വഴിക്ക് സ്പോട്ടിൽ അവർ വിടണ്ടേ? ഒക്കെ കടം, വളത്തിനും എല്ലാം ആകെ കടവനുള്ളൂ ഇപ്പോൾ കൃഷിക്കാർക്ക്. ഒരു വിളയ്ക്ക് പറഞ്ഞാൽ ഏക്കറിക്കൊക്കെ 10-50,000 ഉറുപ്പ്യ ചെലവ് വരും ഇപ്പോഴത്തെ കണക്കിൽ നോക്കുകയാണെങ്കിൽ. എന്ത് കിട്ടണ്? ഒന്നും കിട്ടണില്ല. ഇപ്പൊ കൃഷിക്കാരൻ്റെ നെല്ലിന് കൊണ്ടുപോയിട്ട് തരാണ്ട് നെല്ല് കൊണ്ടുപോയിട്ട് പൈസ തരാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഇവര് ഗവൺമെന്റ്. ബാലൻസ് ഷീറ്റിൽ നഷ്ടത്തിന്റെ കണക്കുകളേ ഉള്ളൂവെങ്കിലും കൃഷി ഉപേക്ഷിക്കാൻ ഇവർ തയ്യാറല്ല. കർഷകരായി പോയതിനാൽ നെൽകൃഷി തുടരാൻ നിർബന്ധിതരാകുന്നവരാണ് ഭൂരിഭാഗവും. വലിയ ആഗ്രഹങ്ങളൊന്നും ഇവർക്കില്ല. ഈ ഓണത്തിന് പട്ടിണി കിടക്കാതെ കഴിയണം. അതിന് സർക്കാർ കനിയണം.